അമേരിക്കയിൽ സ്ഥിരതാമസമാക്കുക, അവിടെ നല്ലൊരു ജോലി സ്വന്തമാക്കുക എന്നത് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഏറ്റവും വലിയ സ്വപ്നമാണ്. ആ സ്വപ്നത്തിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പടിയാണ് ഗ്രീൻ കാർഡ് അഥവാ പെർമനന്റ് റെസിഡൻസി. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ അമേരിക്ക സ്വപ്നവും കണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് വിദേശ തൊഴിലാളികളെ ആശങ്കപ്പെടുത്തുന്നതാണ്. അമേരിക്കൻ ഗ്രീൻ കാർഡ് നൽകുന്ന പ്രക്രിയ പൂർണ്ണമായും പരിഷ്കരിക്കാൻ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലേബർ ആലോചിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ ഇതാദ്യമായാണ് ഇത്രയും വലിയൊരു നിയമ പരിഷ്കരണത്തിന് അമേരിക്ക ഒരുങ്ങുന്നത്. ഈ പുതിയ മാറ്റം വരുന്നതോടെ വിദേശ തൊഴിലാളികൾക്ക് ഗ്രീൻ കാർഡ് ലഭിക്കുന്നത് കൂടുതൽ കഠിനമാകുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ US-ൽ സംഭവിക്കുന്നത്? എന്താണ് ഈ PERM പ്രോസസ്? ഇത് ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശ തൊഴിലാളികളെ എങ്ങനെ ബാധിക്കുമെന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. നമുക്ക് ആദ്യം US-ലെ തൊഴിലധിഷ്ഠിത ഇമിഗ്രന്റ് വിസകളെ കുറിച്ചൊന്ന് നോക്കാം. ഇവിടെ നമ്മൾ ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അമേരിക്ക ഓരോ വർഷവും ഏകദേശം 1,40,000 തൊഴിലധിഷ്ഠിത ഇമിഗ്രന്റ് വിസകളാണ് വിദേശ തൊഴിലാളികൾക്കും അവരുടെ കുടുംബങ്ങൾക്കുമായി നീക്കിവെച്ചിരിക്കുന്നത്. ഇവയെ പ്രധാനമായും 5 കാറ്റഗറികളിലായി തരംതിരിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അപേക്ഷിക്കുന്ന 2 വിഭാഗങ്ങളാണ് EB2-ഉം EB3-യും. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരും വൈദഗ്ധ്യമുള്ളവരുമായ പ്രൊഫഷണലുകളാണ് ഇതിൽ വരുന്നത്. ഒരു US കമ്പനിക്ക് തങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ഒരു വിദേശ തൊഴിലാളിയെ സ്ഥിരമായി നിയമിക്കണമെങ്കിൽ, അതായത് അവർക്ക് ഗ്രീൻ കാർഡ് സ്പോൺസർ ചെയ്യണമെങ്കിൽ US ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലേബറിൽ നിന്ന് ഒരു പ്രത്യേക സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതുണ്ട്. ഇതിനെയാണ് പെർമനന്റ് ലേബർ സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ PERM പ്രോഗ്രാം എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ US അധികൃതർ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നത് കൃത്യമായി ഈ PERM പ്രക്രിയയിലാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലേബറിന് കീഴിലുള്ള എംപ്ലോയ്മെന്റ് ആൻഡ് ട്രേഡിംഗ് അഡ്മിനിസ്ട്രേഷനാണ് ഈ നിയമങ്ങൾ പരിഷ്കരിക്കാനുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. എന്താണ് ഈ PERM പ്രോസസ്? നമുക്ക് വിശദമായി ഒന്ന് നോക്കാം. യഥാർത്ഥത്തിൽ എന്താണ് ഈ PERM പ്രോസസ് കൊണ്ട് US ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്? ഒരു വിദേശിയെ സ്ഥിരമായി ജോലിക്ക് വെക്കുന്നതിന് മുൻപ് ആ ജോലി ചെയ്യാൻ യോഗ്യതയുള്ള അല്ലെങ്കിൽ തയ്യാറുള്ള അല്ലെങ്കിൽ കഴിവുള്ള ഒരു അമേരിക്കൻ പൗരൻ പോലും ആ പ്രദേശത്ത് ലഭ്യമല്ല എന്ന് കമ്പനികൾ ഗവൺമെന്റിന് മുന്നിൽ തെളിയിച്ചു കൊടുക്കണം. അതോടൊപ്പം ഈ വിദേശ തൊഴിലാളിയുടെ നിയമനം കാരണം അവിടെയുള്ള മറ്റ് അമേരിക്കൻ തൊഴിലാളികളുടെ ശമ്പളത്തെയോ തൊഴിൽ സാഹചര്യങ്ങളെയോ ദോഷകരമായി ബാധിക്കില്ല എന്നും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഈ നിയമങ്ങൾ മാറുന്നത് എന്ന്? കാരണം ലളിതമാണ്. നിലവിലുള്ള PERM നിയമങ്ങൾ അവസാനമായി സമഗ്രമായി പരിഷ്കരിച്ചത് 2004-ലാണ്, അതായത് 22 വർഷങ്ങൾക്ക് മുമ്പ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ US ഒരുപാട് മാറിയിട്ടുണ്ട്. സാങ്കേതിക വിദ്യ വളർന്നു, കമ്പനികൾ ആളുകളെ ജോലിക്കെടുക്കുന്ന രീതികളും മാറി, ഓൺലൈൻ റിക്രൂട്ട്മെന്റ് പ്ലാറ്റ്ഫോമുകൾ സജീവമായി. അതുകൊണ്ട് തന്നെ 20 വർഷം പഴക്കമുള്ള ഈ നിയമങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമല്ല എന്നാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലേബർ വ്യക്തമാക്കുന്നത്. ഈ പരിഷ്കരണത്തിലൂടെ പ്രധാനമായും 3 കാര്യങ്ങളാണ് US ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അമേരിക്കൻ തൊഴിലാളികളെ കണ്ടെത്താനുള്ള റിക്രൂട്ട്മെന്റ് മാനദണ്ഡങ്ങൾ കൂടുതൽ കർശനമാക്കുക. അടുത്തത്, കമ്പനികളിൽ ലേ ഓഫ് അല്ലെങ്കിൽ പിരിച്ചുവിടൽ ഉണ്ടാകുമ്പോൾ ബാധിക്കപ്പെടുന്ന അമേരിക്കൻ തൊഴിലാളികളുടെ സുരക്ഷ ശക്തമാക്കുക. മൂന്നാമത്തേത്, വിദേശ തൊഴിലാളികളെ നിയമിക്കുമ്പോൾ വിവേചനരഹിതമായ രീതികൾ കമ്പനികൾ പിന്തുടരുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. കൂടാതെ രേഖകൾ സൂക്ഷിക്കുന്നത് കൂടുതൽ കർശനമാക്കുക. ഈ മാറ്റങ്ങൾ വിദേശ തൊഴിലാളികളെയും അവരെ സ്പോൺസർ ചെയ്യുന്ന കമ്പനികളെയും എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിദേശ തൊഴിലാളികൾ ഇനി മുതൽ കൂടുതൽ കടുത്ത പരിശോധനകൾ നേരിടേണ്ടി വരും എന്നതാണ്. ഒരു കമ്പനിക്ക് വിദേശിയെ സ്പോൺസർ ചെയ്യണമെങ്കിൽ മുൻപത്തേക്കാൾ കൂടുതൽ കഠിനമായ ലേബർ മാർക്കറ്റ് ടെസ്റ്റുകൾ നടത്തേണ്ടി വരും. അടുത്തത്, പ്രോസസ്സിംഗ് വൈകിപ്പിക്കാം. ഇതിനകം തന്നെ മാസങ്ങളും വർഷങ്ങളും എടുക്കുന്ന ഗ്രീൻ കാർഡ് പ്രക്രിയ പുതിയ പരിശോധനകൾ വരുന്നതോടെ ഇനിയും നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. അടുത്തത്, ചെലവ് വർദ്ധിക്കും. കമ്പനികൾക്ക് നിയമപരമായ സുതാര്യത തെളിയിക്കാൻ കൂടുതൽ തുക ചെലവാക്കേണ്ടി വരും. ഇത് ചെറിയ സ്റ്റാർട്ടപ്പുകൾക്കും കമ്പനികൾക്കും വിദേശികളെ സ്പോൺസർ ചെയ്യുന്നത് ബുദ്ധിമുട്ടിലാക്കും. അടുത്തത്, സ്പോൺസർഷിപ്പും വെല്ലുവിളിയാകും. അമേരിക്കയിൽ കടുത്ത പ്രതിഭകളുടെ ക്ഷാമം നേരിടുന്ന മേഖലകളിൽ മാത്രമേ ഇനി വിദേശികളെ എളുപ്പത്തിൽ നിയമിക്കാൻ സാധിക്കൂ. ചുരുക്കത്തിൽ, യഥാർത്ഥ പ്രതിഭകളെ മാത്രം അമേരിക്കയിലേക്ക് ആകർഷിക്കുക, അതേസമയം സ്വന്തം രാജ്യത്തെ പൗരന്മാരുടെ തൊഴിലവസരങ്ങൾ സംരക്ഷിക്കുക എന്ന ഇരട്ട ലക്ഷ്യമാണ് ഈ നിയമ പരിഷ്കരണത്തിന് പിന്നിൽ. ഈ വാർത്ത കേട്ട് ആരും പെട്ടെന്ന് പരിഭ്രാന്തരാകേണ്ടതില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കാരണം US ലേബർ ഡിപ്പാർട്ട്മെന്റ് ഈ മാറ്റങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും
ഇതിന്റെ അന്തിമമായ ഡ്രാഫ്റ്റ് ഇതുവരെ പരസ്യപ്പെടുത്തിയിട്ടില്ല. നിലവിൽ ഇത് പ്രാരംഭ ചർച്ചകളുടെ ഘട്ടത്തിലാണ്. ഇനി ഈ നിയമം ഔദ്യോഗികമായി പബ്ലിഷ് ചെയ്യണം. അതിനുശേഷം പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കണം. അതിനുശേഷമേ ഇത് നിയമപരമായി മാറുകയുള്ളൂ. അതിനാൽ ഇതിന്റെ കൃത്യമായ ആഘാതം എത്രത്തോളം ഉണ്ടാകുമെന്ന് വരും മാസങ്ങളിൽ മാത്രമേ വ്യക്തമാകൂ. US ഗ്രീൻ കാർഡ് സ്വപ്നം കാണുന്നവർക്ക് വരും നാളുകൾ അത്ര എളുപ്പമാകില്ല എന്നത് യാഥാർത്ഥ്യമാണ്. കൃത്യമായ യോഗ്യതയും ഉയർന്ന സ്കില്ലും ഉള്ളവർക്ക് മാത്രമേ ഇനി US-ൽ സ്ഥിരതാമസത്തിനുള്ള അവസരം സുഗമമായി ലഭിക്കുകയുള്ളൂ. ഇമിഗ്രേഷൻ സംബന്ധമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് യോഗ്യനായ ഒരു ഇമിഗ്രേഷൻ അറ്റോർണിയുടെ സഹായം തേടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.